ഷൻ 28/12/2021। बाबा कहते, बेटे बच्चे प्रैक्टिस करो, मैं आत्मा हूँ, शरीर का बांध छोड़ दो, बस शिव बाबा को याद करते करते घर जाना है. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ അഭ്യാസം ചെയ്യൂ. ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവാണ്. ശരീരത്തിന്റെ ബോധം ഉപേക്ഷിക്കൂ. ശിവബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് വീട്ടിലേക്ക് മടങ്ങണം. അപ്പം ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യൂ, ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവാണ്. ശരീരത്തിന്റെ ബോധം ഉപേക്ഷിക്കൂ. ശിവബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് വീട്ടിലേക്ക് പോകണം. ചോദ്യം, ശിവബാബ को किन बच्चों पर बहुत बहुत तरस पड़ता है? ശിവബാബയ്ക്ക് ഏത് കുട്ടികളിലാണോ വളരെ വളരെ കരുണ തോന്നുന്നത്? അപ്പൊ ശിവബാബയ്ക്ക് ഏത് കുട്ടികളോടാണ് വളരെയധികം കരുണ തോന്നുന്നത്? ഉത്തരം, जो बच्चे अपना വാല്യുബിൾ സമയ വ്യർത്ഥ ഗവാ ദേത്തെ ഹെ. ഏത് കുട്ടികളാണോ തന്റെ അമൂല്യമായ സമയം പാഴാക്കി കളയുന്നത്? ബാപ്ക ബൻകർ ബാപ്കി സർവീസ് നഹി കർത്തെ. ബാബയുടേതായിട്ട് ബാബയുടെ സേവനം ചെയ്യുന്നില്ല. ഉൻപർ ബാപ്കോ ബഹുത് തരസ് പടുത്താ ഹെ. അങ്ങനെയുള്ള കുട്ടികളിൽ ബാബയ്ക്ക് വളരെയധികം കരുണ തോന്നുന്നു. ബാബ കഹത്തെ, മേരെ ബച്ചെ ബനെ ഹോ തോ ഫസ്റ്റ് ഗ്രേഡ് ബൻകർ ദിഖാവോ. ബാബ പറയാണ്, എന്റെ കുട്ടികളായി മാറിയിട്ടുണ്ടല്ലോ, ഫസ്റ്റ് ഗ്രേഡ് ആയിട്ട് കാണിക്കൂ. ജ്ഞാനരത്ന ജോ മിൽത്തെ ഹെ ഉൻകാ ദാൻ കർ. ജ്ഞാനരത്നങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അതിന്റെ ദാനം ചെയ്യൂ. ഗീതം തക്ദീർ ജഗാക്കർ ആയി. ഭാഗ്യത്തെ ഉണർത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഓം ശാന്തി. जैसे बाबा ज्ञान का सागर है, बच्चों को भी सृष्टि के आदि मध्य अंत का ज्ञान समझाते. ബാബ ജ്ഞാനസാഗരനാണ്, അതേപോലെ അല്ലെ കുട്ടികൾക്കും സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. और चित्रों के ऊपर भी अच्छी तरह से समझाते रहते हैं. ചിത്രങ്ങളും നല്ല പോലെ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ചിത്രങ്ങളുടെ മേലെയും നന്നായിട്ട് കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കി തരികയാണ്. അപ്പൊ ജ്ഞാനസാഗരനായ ബാബ കുട്ടികൾക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. അല്ലെ, ചിത്രങ്ങളുടെ മേലെയും ബാബ നല്ല പോലെ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. बाबा का सीडी के चित्र पर सारी रात विचार चल रहा था, क्योंकि ये है सबसे अच्छे से अच्छा चित्र समझाने का, और है भी ഭാരതവാസിയോ की. അല്ലേ, ബാബയാണെങ്കില് ഏണിപ്പടിയുടെ ചിത്രത്തില് ദിവസം മുഴുവൻ വിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏറ്റവും നല്ലതിലും നല്ല ചിത്രമാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, പ്രത്യേകിച്ചും ഭാരതവാസികൾക്ക് വേണ്ടി മനസ്സിലാക്കി കൊടുക്കാൻ ഏറ്റവും പറയുന്നതാണ് ഏറ്റവും നല്ല ചിത്രമാണ് ഏണിപ്പടിയുടെ ചിത്രം. അതുകൊണ്ട് അല്ലെ, എന്താണ്, രാത്രി മുഴുവൻ ബാബയും വിചാരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏണിപ്പടിയെ കുറിച്ച്. ശ്രീ ബാബ तो ज्ञान का सागर है, बाप तो ये ज्ञान देते रहते हैं. അല്ലെ, ശ്രീബാബ ജ്ഞാനസാഗരനാണ്. അല്ലെ, ബാബ എങ്ങനെയാണ്, അല്ലെ, ഈ ജ്ഞാനത്തിന്റെ അലയടിക്കുന്ന പോലെ എന്താണ് ബാബ നമ്മൾ കുട്ടികൾക്ക് ഈ ജ്ഞാന സാഗരത്തിൽ നിന്ന് ഈ ജ്ഞാനം പകർന്നു തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്കോ കഹാ ജാത്താ ഹേ വിചാർ സാഗർ മന്ദൻ. അപ്പൊ ഈ ജ്ഞാനം നമ്മൾ കേട്ട് കഴിയുമ്പോ, ബ്രഹ്മബാബയാണെങ്കിലും അല്ലെ, ബാബ ഈ ജ്ഞാനം നൽകി കഴിയുമ്പോ മനസ്സിൽ വീണ്ടും അത് അലയടിച്ചു വരികയാണ്. എന്നുവെച്ചാല് വീണ്ടും വീണ്ടും നമ്മൾ വിചാരസാഗരം മദനം ചെയ്യാണ്. അപ്പൊ ബ്രഹ്മബാബയും അല്ലെ ജ്ഞാനത്തിന്റെ വിചാരസാഗരം മദനം ചെയ്യും. കുട്ടികളും മുരളി കേട്ട് കഴിഞ്ഞാലും എന്താണ് മനസ്സിലേക്ക് വീണ്ടും വീണ്ടും അല്ലെ ബാബയുടെ മുരളിയുടെ ആ മഹാവാക്യങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്കണം. തും ബച്ചോं का बहुत बड़ा विचार सागर मंथन चलता है. നമ്മൾ കുട്ടികൾക്ക് വളരെ നല്ല വിചാരസാഗര മദനം നടക്കുന്നുണ്ട്.
കൈ ബച്ചോं കാ വിചാർ സാഗർ മന്ഥൻ ചൽത്താ ഹി നഹി. പല കുട്ടികളും വിചാരസാഗര മഥനം ചെയ്യുന്നത് പോലുമില്ല. ഹരേക്ക് ബുദ്ധി ചലനി ചായി. ഓരോ കുട്ടികളുടെയും ബുദ്ധി ഇവിടെ പ്രവർത്തിക്കണം. സിഡി പർ ബഹുത് വിചാർ ചലത്തി ഹി. ഏണിപ്പടിയുടെ ചിത്രത്തിലും ഒരുപാട് വിചാരം ചെയ്യണം. മൂൽവദൻ ബി ഊപ്പർ മേ ദിഖാന പടേ. ബാബ പറയാണ് ചിത്രങ്ങൾ കാണിക്കുമ്പോൾ ചിത്രത്തില് മൂലവദനം ഏറ്റവും മുകളിലായിട്ട് കാണിക്കണം. സിഡി തോ ഹെ സ്ഥൂൽ വദൻ കി തോ 84 ജന്മോ കി. ഏണിപ്പടിയുടെ ചിത്രം എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് ശരിക്കും എന്താണ് ഈ സാകാര വദനത്തിൻ്റെതാണ്. സ്ഥൂലവദനത്തിലെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ എങ്ങനെ നമ്മൾ 84 ജന്മങ്ങൾ എടുക്കുന്നു. ജ്ഞാനക്കെ ബിഗർ ഈ ചിത്ര കോയി ബനാന സക്. ജ്ഞാനമില്ലാതെ ആർക്കും തന്നെ ഈ ചിത്രങ്ങൾ നിർമ്മിക്കുവാൻ സാധ്യമല്ല. ജ്ഞാനത്തോ തും ബച്ചോ മേ ഹി ഹെ. ബാബ പറയാണ് ഈ ജ്ഞാനം നമ്മൾ കുട്ടികളിലാണ് ഉള്ളത്. സിഡി ബനാത്തെ ബി വിചാർ സാഗർ മന്ഥൻ ചലത്തെ രഹന ചായി. അപ്പൊ ഏണിപ്പടി നിർമ്മിക്കുമ്പോഴും ഏണിപ്പടിയുടെ ചിത്രം നിർമ്മിക്കുമ്പോഴും കുട്ടികളുടെ ഉള്ളില് വിചാരസാഗര മഥനം നടന്നുകൊണ്ടേയിരിക്കണം. ഏ ബഡി അച്ചി ചീസ് ഹെ. ബാബ പറയാണ് ഇത് വളരെ നല്ല ചിത്രമാണ്. ഊപ്പർമേ മൂൽവദൻ ബി സരൂർ ചായി. അതില് മുകളില് മൂലവദനവും ചിത്രീകരിക്കേണ്ടത് ആവശ്യമാണ്. സംജായ ജാത്ത ഹെ ആത്മായെ മൂൽവദൻ മേ സ്റ്റാർ മിസൽ രഹതി ഹെ. ബാബ മനസ്സിലാക്കി തരാണ് ആത്മാക്കൾ മൂലവദനത്തിൽ നക്ഷത്ര സമാനമായിട്ടാണ് ഇരിക്കുന്നത്. മൂൽവദൻ കെ ബാദ് ഹെ ബ്രഹ്മ വിഷ്ണു ശങ്കർ പുരിയ. അല്ലെ, മൂലവദനത്തിൽ നിന്നും താഴേക്ക് വരുമ്പോഴാണ് ബ്രഹ്മപുരി, വിഷ്ണുപുരി, ശങ്കർപുരി. तो जिसको सूक्ष्म वदन कहा जाता है. അല്ലെ, ആ ബ്രഹ്മ വിഷ്ണു ശങ്കർ പുരിയെയാണ് എന്ത് വിളിക്കുന്നത്? സൂക്ഷ്മവദനം എന്ന് വിളിക്കുന്നത്. സിഡി മേത്തോ ഭാരത് കാഹി ദിക്കാത്തെ ഹി. ഏണിപ്പടിയുടെ ചിത്രത്തില് ഭാരതത്തെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഭാരത പാവൻത അഭി പതീത് ഹെ. ഭാരതം പാവനമായിരുന്നു, ഇപ്പോൾ പതീതമാണ്. അക്ഷർ സബ് ലിഖ്നെ പഠിത്തെ ഹി. ബിചാരെ മനുഷ്യത്തോ കുച്ച് ഭി നഹി ജാനത്തെ. ബാബ പറയാണ് ഇന്ന് പാവ മനുഷ്യർക്ക് ഇതൊന്നും അറിയില്ല. അതുകൊണ്ട് ചിത്രത്തില് അല്ലെ അക്ഷരങ്ങളും വേണം, എഴുതി വെച്ചിരിക്കണം. ജോ പൂജ്യതേ വഹി പൂജാരി ബനേഹെ യേ കിസ്കോ പത്താ നഹി. അല്ലെ, പൂജനീയരായിരുന്നവരാണ് പൂജാരികളായി മാറിയിട്ടുള്ളത് എന്നുള്ളത് ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. तो तुम्हारे में भी नंबरवार है जो जानते हैं. നമ്മൾ കുട്ടികളുടെ ഇടയിലും നമ്പർ വാർ ആയിട്ടാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. രാജധാനി സ്ഥാപൻ ഹോ രഹി. ഇവിടെ രാജധാനിയുടെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊയ് തോ ബഹുത് അച്ചി രീതി പുരുഷാർത്ഥ കർനെ ലഗ് പഡ്തേ ഹെ. അല്ലെ, ചില കുട്ടികള് വളരെ നന്നായിട്ട് പുരുഷാർത്ഥം ചെയ്യാൻ ആരംഭിക്കുന്നു. മേ ആത്മാ ഹൂം ശരീർ കോ ജൈസെ ഭൂൽ ജാത്തെ ഹെ ഓർ കുച്ച് ദിക്കായി നഹി പഡ്താ ഹെ. അല്ലെ, ഞാൻ ആത്മാവാണ്, ശരീരത്തെ അങ്ങ് മറന്നു പോവുകയാണ്, വേറെ ഒന്നും തന്നെ കാണപ്പെടുന്നില്ല. ക്യോങ്കി സംജായ ജാത്താ ഹെ തും അപ്നെ കോ ആത്മാ സംജോ. ബാബ മനസ്സിലാക്കി തരികയാണ്. ബാബ മനസ്സിലാക്കി തരികയാണ്. അതിന് പറയണ്ടേ അബദ്ധം പറയാം. तो तुम्हारे में भी नंबरवार है जो जानते हैं. രാജധാനി സ്ഥാപന ഹോ രഹി. അപ്പൊ ബാബ പറയാണ് നമ്മൾ കുട്ടികളുടെ ഇടയിലും നമ്പർ വാർ ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. രാജധാനി ഇവിടെ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. कोई तो बहुत अच्छी രീതി പുരുഷാരത് കർനെ ലഗ് പഡ്തേ ഹെ. ചില കുട്ടികൾ വളരെ നന്നായിട്ടാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്. മേ ആത്മാ ഹൂം ശരീർ കോ ജൈസെ ഭൂൽ ജാത്തെ. ഞാൻ ആത്മാവാണ്, അല്ലെ, ഞാൻ ആത്മാവാണെന്ന് അല്ലെ കുട്ടികൾ നന്നായിട്ട് അഭ്യസിക്കുന്നുണ്ട്. ശരീരത്തെ മറന്നു പോകുന്ന പോലെ അഭ്യസിക്കുന്നു. അല്ലെ, അത്രയും ശരീരത്തിൽ നിന്ന് വേറിട്ടിരിക്കാൻ അഭ്യസിക്കുന്നു. ഓർ കുച്ച് ദിക്കായി നഹി പഡ്താ ക്യോങ്കി സംജായ ജാത്താ ഹെ കി തും അപ്നെ കോ ആത്മാ സമਝോ. അപ്പൊ അങ്ങനെ ഞാൻ ആത്മാവാണെന്ന് അഭ്യസിച്ചിട്ട് ബാബ പറയാണ് കുട്ടികൾക്ക് ഒന്നും തന്നെ കാണുന്നില്ല, മറ്റൊന്നും കാണുന്നില്ല, ശരീരത്തെ പോലും മറന്നു പോകുന്നു. കാരണം ബാബ കുട്ടികൾക്ക് അത്രയും മനസ്സിലാക്കി തരുന്നുണ്ട്, സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കും.
ശരീർ കാ ബാൻ ടൂട്ട് ജായേ. അല്ലെ, കുട്ടികളുടെ ഉള്ളിലുള്ള ദേഹബോധം എല്ലാം വിട്ടു പോകണം. കത്തേന ആപ് മുയെ മർഗയി ദുനിയ. പറയാറുണ്ട് അല്ലെ, നിങ്ങൾ മരിക്കുമ്പോൾ ഈ ലോകം മരിക്കുന്നു. ഷിവബാബക്കു യാദ് കർത്തെ കർത്തെ അപ്നെ ഘർ ജാനാ ഹി. ഷിവബാബയെ ഓർമ്മിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി പോകണം. ഇസ് അവസ്ഥക്കോ ജമാനെ മേ ഹി മെഹനത്. ഈ അവസ്ഥയെ സ്വയത്തിൽ നിറയ്ക്കാനാണ് പരിശ്രമം. ആത്മസ്ഥിതി കൈവരിക്കാനാണ് പരിശ്രമം. ആ പരിശ്രമത്തിൽ നമുക്ക് അഭ്യസിച്ചേ മതിയാകും. सीढ़ी पर भी समझाया जाता है कि भारत में आदि सनातन देवी देवता ധർമ്മത. ബാബ ഏണിപ്പടിയുടെ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കി തന്നിരുന്നു, ഭാരതത്തിൽ ആദി സനാതന ദേവി ദേവതാ ധർമ്മം ഉണ്ടായിരുന്നു. സുഖശാന്തി പവിത്രതാദി, സുഖവും ശാന്തിയും പവിത്രതയും ഉണ്ടായിരുന്നു. അഭി മനുഷ്യ ദുഃഖി ഹുയേ ഹെ ഘർക്കോ യാദ് കർത്തേ ഹെ. ഈ സമയത്ത് മനുഷ്യരെല്ലാവരും വളരെ ദുഃഖികളായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീടിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊയ്ക്കോ സീഡി കാ ചിത്ര പർ സംജാന ബഹുത് അച്ഛാ ഹെ. ബാബ പറയാണ്, ആർക്ക് വേണമെങ്കിലും ഈ ഏണിപ്പടിയുടെ ചിത്രം മനസ്സിലാക്കി കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്, വളരെ നല്ലതാണ്. सीढ़ी के आगे जाकर बैठ जाइए तो भी बुद्धि में रहे हम भारतवासियों ने 84 जन्म लिए हैं. ഏണിപ്പടിയുടെ വലിയ ചിത്രങ്ങളാണ് നിർമ്മിക്കുമായിരുന്നു. അപ്പോ ബാബ പറയാണ്, അങ്ങനെ ഉള്ള ഏണിപ്പടിയുടെ വലിയ വലിയ ചിത്രങ്ങള് നിർമ്മിക്കുന്ന സമയത്ത് ബാബ മനസ്സിലാക്കി തരികയാണ്, ആ ചിത്രങ്ങളുടെ മുന്നിലുണ്ടല്ലോ. അപ്പൊ അന്നത്തെ അല്ലെ, നമ്മളിപ്പം മധുബനിലൊക്കെ നമ്മൾ നോക്കുമ്പോ അവിടെയൊക്കെ അത്രയ്ക്കും വലിയ വലിയ ചിത്രങ്ങളാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഹിസ്റ്ററി ഹാളിലൊക്കെ ഏണിപ്പടിയുടെ ചിത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ബാബ പറയാണ്, ആ ചിത്രം നമ്മൾ കാണുമ്പോ ചിത്രത്തിന്റെ മുന്നിൽ പോയി ഇരിക്കണം. എന്നിട്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഭാരതവാസികളാണ്, 84 ജന്മം എടുത്തിട്ടുള്ളവർ. നമ്മുടെ 84 ജന്മങ്ങളുടെ ആ കഥ നമ്മള് ഓർമ്മിക്കണം. 84 ജന്മം സിദ്ധ കർണേ ഹെ. 84 ജന്മം നമ്മൾ തെളിയിക്കണം. फिर इस हिसाब से समझाया जाता है जो आधा कल्प के बाद तो उनके जरूर कम जन्म हो. അല്ലെ, പിന്നെ പകുതി കൽപ്പത്തിന് ശേഷം ജന്മങ്ങൾ കുറയുന്നു. അപ്പൊ സത്യത്തിൽ വന്നവര്, തുടക്കത്തിൽ വന്നവരാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. പിന്നെ ഇടയിൽ വരുന്നവരുടെ എല്ലാം ജന്മങ്ങൾ കുറയുന്നു. സാരാദിൻ ബുദ്ധിമേ ജ്ഞാൻ ടപക്താരേ. ദിവസം മുഴുവൻ നമ്മളുടെ ബുദ്ധിയിൽ ജ്ഞാനത്തിന്റെ മനനം നടന്നുകൊണ്ടേയിരിക്കണം. അല്ലെ, ബാബ മുരളിയില് നമ്മളോട് എന്ത് പറഞ്ഞു? ജ്ഞാന മനനം നടന്നുകൊണ്ടിരിക്കണം. സത്യ ത്രേതാമേ സമ്പൂർണ്ണ നിർവികാരി പൂജ്യതേ ഫിർ വികാരി പൂജാരി ബനെ. സത്യുഗം ത്രേതായുഗത്തിൽ നമ്മൾ സമ്പൂർണ്ണ നിർവികാരികളും പൂജനീയരുമായിരുന്നു. അല്ലെ, പിന്നീടാണ് നമ്മൾ വികാരികളും പൂജാരികളുമായി മാറിയത്. വികാരി ബന്നേക്കെ കാരൺ ഹി അപ്നേക്കോ ഹിന്ദു കഹലാത്തെ രഹത്തെ ഹി. വികാരി ആയത് കാരണം തന്നെയാണ് സ്വയത്തിനെ ഹിന്ദു എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. तो कोई ने अपना नाम नहीं बदला और कोई ने अपना नाम नहीं बदला. വേറെ ഒരു മതസ്ഥരും അവരുടെ പേര് മാറ്റിയിട്ടില്ല. ആദ്യ സനാതന ദേവി ദേവതാ ധർമ്മത്തിൽ സനാതന ധർമ്മം എന്നുള്ളത് ഇപ്പോഴും ഉണ്ട്, പക്ഷെ അവരാണ് തന്റെ പേര് മാറ്റിയത്. ഹിന്ദുവോ നെഹി ബദലാഹി. ശരിക്കും ഹിന്ദുക്കളാണ് തങ്ങളുടെ പേര് മാറ്റിയത്, ധർമ്മത്തിന്റെ പേര് മാറ്റിയത്. അഭിത്തം ബച്ചോ കോ യേ ജ്ഞാൻ മിൽത്താ ഹൈ. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഈ ജ്ഞാനം ലഭിക്കുകയാണ്. ജ്ഞാനിക സാഗർ ബാബ തുംകോ നയാ ജ്ഞാൻ ദേ രഹേ. ജ്ഞാനസാഗരനായ ബാബ നമ്മൾ കുട്ടികൾക്ക് പുതിയ ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. सीढ़ी का चित्र पर बहुत बच्चों को ध्यान देना है. ഏണിപ്പടിയുടെ ചിത്രത്തില് നിറയെ കുട്ടികള്, ബാബ പറയാണ്, നിറയെ കുട്ടികൾ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. सिर्फ कोई चित्र के सामने आकर बैठ जाए तो भी बुद्धि में सब कुछ आ जाएगा. അല്ലെ, ഏതെങ്കിലും ഒരു ചിത്രത്തിന്റെ മുന്നിൽ ചെന്നിരിക്കുമ്പോൾ അല്ലെ, നമ്മുടെ ബുദ്ധിയില് ആ ചിത്രത്തിലെ ഫുൾ നോളേജ് നമ്മുടെ ബുദ്ധിയിലേക്ക് വന്നു ചേരുന്നു. സാരി രാത് ബുദ്ധി ചൽത്തീരെ. രാത്രി മുഴുവൻ നമ്മുടെ ബുദ്ധിയില് ആ ഏണിപ്പടിയുടെ ചിത്രത്തിന്റെ ആ നോളേജ് നമ്മുടെ ബുദ്ധിയിൽ ഇങ്ങനെ സ്മരിക്കണം. 84 का चक्र कैसे समझाए जाए. എന്തിനാണിത് ബാബ പറയുന്നത്? ഒരു ചിത്രത്തിന്റെ മുന്നിൽ ചെന്നിരുന്ന് ചിന്തിക്കണമെന്ന്. 84 ജന്മത്തിന്റെ ചക്രത്തെ കുറിച്ച് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം? ആദാ കൽപ് ഹെ രാവൺ രാജ്യ, ബാദ് മേ ജോ ആനെ വാലെ ഹെ വോ ജ്ഞാൻ ഉഠായെങ്കെ ഹി നഹി.
അരകൽപ്പകാലം രാവണ രാജ്യമാണ്. പിന്നീട് വരുന്നവരാരും ഈ ജ്ഞാനം സ്വീകരിക്കില്ല. ദ്വാപരയുഗത്തില് ജന്മം എടുക്കുന്നവരാരും ഈ ജ്ഞാനം സ്വീകരിക്കാൻ വരുന്നില്ല. സത്യുഗ ത്രേതാമേ ആനെ വാലേഹി ഉഠായി. സത്യുഗം ത്രേതായുഗത്തിൽ വരുന്നവരാണ് ഈ ജ്ഞാനം സ്വീകരിക്കുന്നത്. ജിൻകോ സത്യുഗ ത്രേതാമേ അനഹി നഹിഹെ വോ ജ്ഞാൻ ഉഠായെങ്കെ നഹി. ആർക്കാണോ സത്യുഗം ത്രേതായുഗത്തിൽ വരേണ്ട കാര്യമില്ലാത്തത്, അല്ലെ വരാത്തത്, അവർ ഈ ജ്ഞാനം ഒരിക്കലും വന്ന് സ്വീകരിക്കുന്നില്ല. അഭി തോ ഭാരത് മേ കിത്നി സംഖ്യ ഹെ സത്യുഗ ത്രേത ഹോത്ത ഹെ ഏക് ബച്ചാ ബച്ചി. ഇപ്പൊ ഭാരതത്തില് എന്തുമാത്രം ജനസംഖ്യയാണ്. സത്യുഗ ത്രേതായുഗത്തില് ഒരു മകള് ഒരു മകനെയുള്ളൂ. सत्युग त्रेता में विचाड़ी में थोड़ी गड़बड़ होती है परंतु विकार की बात. ത്രേതായുഗത്തിൽ വരുമ്പോഴും ത്രേതായുഗത്തിന് അന്ത്യത്തിൽ വരുമ്പോഴും അല്ലെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ രണ്ടു കല കുറയും. ആത്മാവ് സമ്പൂർണ്ണ പവിത്രതയിൽ നിന്ന് കുറച്ച് പവിത്രത ആത്മാവിന് നഷ്ടമാകുന്നുണ്ട്. പക്ഷെ എന്നാലും അവിടെ വികാരങ്ങൾ പ്രവേശിക്കുന്നില്ല. അല്ലെ രാവണ രാജ്യത്തിന്റെ ആ വികാരങ്ങൾ അവിടെ തീർച്ചയായിട്ടും ഇല്ല. രാവൺ രാജ്യം ഹോത്ത ഹി ഹെ ദ്വാപർ. ശരിക്കും രാവണ രാജ്യം ഉണ്ടാകുന്നത് ദ്വാപര യുഗത്തിലാണ്. പരന്തു ത്രേതാ മേ ദോ കല കം ഹോ ജാനെ സെ കുച്ച് നാ കുച്ച് പ്യൂരിറ്റി കം ഹോ ജാതി. അല്ലെ ത്രേതായുഗത്തിൽ രണ്ട് കല കുറയുന്നത് കാരണം പവിത്രതയ്ക്ക് അവിടെ കുറവുകൾ സംഭവിക്കുന്നുണ്ട്. രാവൺ രാജ്യ ഓർ രാമരാജ്യ കോ കോയി സമസ്തേ നഹി ഹെ. ബാബ പറയാണ് രാവണ രാജ്യത്തെ കുറിച്ചും രാമരാജ്യത്തെ കുറിച്ചും ആരും മനസ്സിലാക്കുന്നില്ല. രാജ്യപദ പാനെ വാലെ അച്ഛേ പടയും. രാജ്യ പദവി പ്രാപ്തമാക്കുന്ന കുട്ടികൾ നല്ല പോലെ പഠിക്കുന്ന കുട്ടികളായിരിക്കും. ഷോങ് ചായയെ കൊയ്ക്ക കല്യാൺ കർണെ. കുട്ടികൾക്ക് ലഹരി വേണം, അല്ലെ നിറയെ ആ പേരുടെ മംഗളം ചെയ്യണം, മറ്റു ആത്മാക്കളുടെ മംഗളം ചെയ്യണം. അതിനുള്ള ലഹരി കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പരന്തു തക്ദീർ മേ നഹി ഹേ തോ തക്ദീർ ഹി നഹി കർ. ഭാഗ്യത്തിലില്ലാത്തവർക്ക് അല്ലെ അവർ ഒരിക്കലും പുരുഷാർത്ഥം ചെയ്യുന്നില്ല. ധാരണ കർത്തെ ജായേ തോ സർവീസ് പർ ഭി ബാബ ഭേജ്. കുട്ടികൾ ധാരണ ചെയ്തുകൊണ്ടേ പോണം. ജ്ഞാനത്തിനെ കുട്ടികൾ ധാരണ ചെയ്യുന്നുണ്ടെങ്കിൽ ബാബ കുട്ടികളെ സേവനത്തിന് വേണ്ടി അയക്കും. ജിൻകോ സർവീസ് കാ ഷോങ് ഹെ വോ ദിനരാത് സർവീസ് കർത്തെ. സർവീസിന്റെ ലഹരിയുള്ള കുട്ടികള് രാത്രിയും പകലും സേവനം ചെയ്യും. സിഡി കെ രാജ്കോബി കോയി സമജ് ജായേ തോ ഖുഷി കാ പാര ചढ़ ജായേ. ഏണിപ്പടിയുടെ രഹസ്യങ്ങളെ കുറിച്ച് കുട്ടികൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷത്തിന്റെ ലഹരി വർദ്ധിക്കും. ബാബ ജ്ഞാന കാ സാഗർ ഹെ ഹം ബച്ചേ നദിയാ ഹെ വോ ഷോ ദിക്കാന ഹെ. ബാബ ജ്ഞാനസാഗരമാണ്, നമ്മൾ കുട്ടികള് നദികളാണ്. അല്ലെ തീർച്ചയായിട്ടും നമ്മൾ ആ ഷോ കാണിക്കണം. ബാബ പറയാണ് ജ്ഞാനസാഗരന്റെ ജ്ഞാന നദികളായ കുട്ടികളാണ്. അപ്പൊ അനേക ആത്മാക്കൾക്ക് നമ്മൾ ഈ ജ്ഞാനം പകർന്നു കൊടുക്കണം. ദിൻ പ്രതിദിൻ വൃദ്ധി ഹോത്തി രഹി. അല്ലെ ദിനം പ്രതിദിനം ഇവിടെ കുട്ടികളുടെ വർധനവും ഉണ്ടായിക്കൊണ്ടിരിക്കും, യജ്ഞത്തിന്റെ വൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. രാജായി തോ സ്ഥാപന കൊനഹി. ഇവിടെ രാജധാനിയുടെ സ്ഥാപനം തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. സി ഡി മേ ബി ദിഖായ സത്യുഗ ശ്രേഷ്ഠാചാരി പാവൻ ഭാരത്. ഏണിപ്പടിയുടെ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് സത്യുഗ ശ്രേഷ്ഠാചാരി പാവന ഭാരതം. വഹി അബ് പതീത് ഭ്രഷ്ടാചാരി ദുർഗതിക്കോ പായ ഹുവ ഭാരത്. അതേ ഭാരതം തന്നെയാണ് ഇപ്പോൾ പതീതമായി ഭ്രഷ്ടാചാരിയായി അല്ലെ വളരെ ദുർഗതിയിലേക്ക് പോയിരിക്കുന്ന ഭാരതമായിട്ട് മാറിയിരിക്കുന്നത്. സബ് ദുർഗതിക്കോ പായേ ഹുയേ ഹെ. ഈ സമയത്ത് എല്ലാവരും തന്നെ ദുർഗതിയിലേക്ക് പോയിരിക്കുകയാണ്. തബുത്തോ ബാപ്പാക്കർ സദ്ഗതി കർത്തെ ഹെ. അപ്പോഴാണ് ബാബ വന്നിട്ട് സദ്ഗതി ചെയ്യുന്നത്. ഇസ്മേ ബൽ കോയി ആത്മാ അച്ചി വ ബുരി ബി ഹോത്തി ഹെ. ബാബ പറയാണ് അതില് ചിലപ്പോ അല്ലെ ചില ആത്മാക്കൾ നല്ലതുമായിരിക്കാം, ചിലപ്പോ ചീത്തയായിരിക്കാം, അല്ലെ സംസ്കാരം ചീത്തയുമായിരിക്കാം. റിലീജിയസ് ആത്മീ ഇതിന പാപകർമ്മ നഹി കർ. ബാബ പറയാണ് ഒരു ധർമ്മനിഷ്ഠനായ വ്യക്തിക്ക് ഇത്രയും പാപകർമ്മങ്ങൾ ചെയ്യുവാൻ കഴിയില്ല. വേശ്യായ ആദി ബഹുത് പാപകർമ്മ കർത്തി. വേശ്യകളെല്ലാം ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഏകേ വേശ്യാലയ. ബാബ പറയാണ് ഇത് വേശ്യാലയമാണ്. സത്യുഗ ശിവാലയ. സത്യുഗം ശിവാലയമാണ്. ഉനക്കി സ്ഥാപന ശിവബാബ കർത്തി. സത്യയുഗത്തിന്റെ സ്ഥാപന ശിവബാബ ചെയ്യും.
ഉൻകോ വിഷ്ണുപുരി ഭി കഹത്തെ ഹെ അർത്ഥാത് കൃഷ്ണാലയ കഹെ. അല്ലെ, ബാബ പറയാണ് സത്യയുഗത്തെ വിഷ്ണുപുരി എന്ന് വിളിക്കുന്നു. അതിന്റെ അർത്ഥം കൃഷ്ണാലയമാണ് വിഷ്ണുപുരി. പരന്തു സ്ഥാപനാത്തോ ശിവബാബ കർത്തേ. എന്നാൽ ആ കൃഷ്ണാലയത്തിന്റെ സ്ഥാപന ചെയ്യുന്നത് ആരാണ്? ശിവബാബയാണ്. ചിത്ര ബി ജരൂരി. ഇവിടെ ഏണിപ്പടിയുടെ ചിത്രം വളരെ ആവശ്യമാണ്. ഇസ് പർ ബഹുത് ധ്യാൻ ദേനാ ചാഹിയെ. അല്ലെ, ഈ ചിത്രങ്ങളിൽ കുട്ടികൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. സിഡി കോ ദേഖ്നെ സെ സാരാ 84 കാ ചക്ര ബുദ്ധി മേ ആ ജാതാ ഹൈ. ഏണിപ്പടിയുടെ ചിത്രം കാണുമ്പോൾ തന്നെ 84 ജന്മങ്ങളുടെ ചക്രം നമുക്ക് ഓർമ്മ വരികയാണ്. എങ്ങനെയാണ് നമ്മൾ 84 ജന്മം എടുത്തത്? ദേവതയായിട്ട് നമ്മൾ എത്ര ജന്മം എടുത്തു? ക്ഷത്രിയനായിട്ട് എത്ര ജന്മം എടുത്തു? അല്ലെ, പിന്നെ വൈശ്യനായിട്ട് നമ്മൾ എത്ര ജന്മം എടുത്തു? അല്ലെ, മുഴുവൻ കാലചക്രവും നമ്മുടെ ബുദ്ധിയിലൂടെ കറങ്ങാണ്. പരന്തു അന്തർബട ശുദ്ധ ഹോനച്ചായി. പക്ഷെ നമ്മുടെ മനസ്സ് വളരെ ശുദ്ധമായിരിക്കും. ശിവബാബ സെ യോഗ ഹോ തബ് നശ ചടേ. ശിവബാബയുടെ അടുക്കൽ നമുക്ക് യോഗം വേണം, എങ്കിലേ ലഹരി വർദ്ധിക്കുള്ളൂ. ഓർ പദവി പാസക്കെ, എങ്കിലേ പദവി പ്രാപ്തമാക്കുവാനും സാധിക്കുകയുള്ളൂ. ऐसे नहीं कहना चाहिए कि जो मिलेगा तकदीर में जो होगा. അല്ലെ, ബാബ പറയാണ് അങ്ങനെ ऐसे नहीं कहना चाहिए कि जो मिलेगा तकदीर में जो होगा. ഒരിക്കലും കുട്ടികൾ ഇങ്ങനെ പറയാൻ പാടില്ല, എന്റെ ഭാഗ്യത്തിലുള്ളത് എനിക്ക് ലഭിക്കും എന്ന് പറയരുത്. സർവീസ് കാ ഷോക്ക് രഖ്നാ ഹെ. ബാബയുടെ സേവ 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 ചെയ്യാനുള്ള ലഹരി വേണം. ശരീർ പർ തോ ഭരോസ നഹീ ഹെ. അല്ലെ, ഈ ശരീരത്തിന്റെ മേലെ വിശ്വസിക്കേ വേണ്ട. അല്ലെ, ഇതിനെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ബാബയുടെ സേവയുടെ ലഹരി വേണം, സേവ ചെയ്യണം. ആകെ ചൽക്കർ കലാമിറ്റീസ് ഭി ജോർ സെ ആത്തി രഹേഗി തോ കാലി ഹാത്ത് ജായെങ്കെ. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ പ്രകൃതിക്ഷോഭങ്ങളെല്ലാം അതിശക്തമായിട്ട് വരാൻ പോവുകയാണ്. അല്ലെ, കാലി കൈകളായിട്ടായിരിക്കും നമ്മൾ മടങ്ങി പോകേണ്ടി വരിക. എർത്തക്കേക്ക് മേ ലാക്കോ മനുഷ്യമർപ്പെടുത്തേഹി. അല്ലെ, ഭൂകമ്പത്തിലൊക്കെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് മരണമടയുന്നത്. ഡർറേന ചായി. ഇവിടെ കുട്ടികൾക്ക് ഭയം ഉണ്ടായിരിക്കണം. യോഗയ്ക്ക് യാത്രാ സേഹം സദോ പ്രധാൻ ബഞ്ചായി. ഓർമ്മയുടെ യാത്രയിലൂടെ നമുക്ക് സദോ പ്രധാനമാകണം. ഓരോ കോബി ബനാനായി, മറ്റുള്ളവരെയും സദോ പ്രധാനമാക്കി മാറ്റണം. ധനതിയെ ധന കൂട്ടെ. ധനം ചെലവഴിക്കുമ്പോൾ അല്ലെ, എന്താണ്, ധനം ഒരിക്കലും കുറയുന്നില്ല. മെഹനത് കർണിയെ, ഇവിടെ കുട്ടികൾ പരിശ്രമിക്കണം. ബാപ് തോ സംജാത്തെ രഹത്തെ ഹെ തുംകോ 21 ജന്മോ കെ ലിയെ അപ്നെ പാവ് പർ ഖടാ രഹനാ ചാഹിയെ. ബാബ പറയാണ് 21 ജന്മത്തേക്ക് നിങ്ങൾ കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കുന്നവരായിരിക്കണം. ഇസ്ലിയെ അച്ചി രീതി പുരുഷാരത് കർത്തേ രഹേ. അതുകൊണ്ട് തന്നെ നല്ല പോലെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കണം. പുരുഷാരത് ക സമയ ഹി അഭി ഹെ. പുരുഷാർത്ഥം ചെയ്യാനുള്ള സമയം ഇതാണ്. दुनिया में किसको भी पता नहीं 21 जन्मों के लिए രാജായി कैसे मिलती है. ലോകത്തിലുള്ളവർക്ക് അറിയുകയേ ഇല്ല 21 ജന്മത്തേക്ക് വേണ്ടിയുള്ള രാജ്യഭാഗ്യം എങ്ങനെയാണ് ലഭിക്കുന്നത്. തും ഇസ് സിഡി പർ ബഹുത് അച്ഛി രീതി സംജാ സക്കേംഗെ. നമുക്ക് ഏണിപ്പടിയുടെ ചിത്രത്തിൽ വളരെ നല്ല പോലെ മനസ്സിലാക്കാൻ സാധിക്കും. 84 ജന്മ കേസേ ഹെ. നമ്മൾ എങ്ങനെയാണ് 84 ജന്മം എടുക്കുന്നത്. तो द्वापर में लिखा हुआ भी है 84 ശിവ ഭഗവാൻ വാച. അപ്പോ ബാബ പറയാണ് 84 ജന്മങ്ങൾ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്. ഊപ്പർമേ ലിഖാ ഹെ ഈ ശിവ ഭഗവാൻ വാച. മുകളിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം ശിവ ഭഗവാൻ വാച. നിരാകാർ പതിത് പവൻ ജ്ഞാനക സാഗർ സംചാരഹി. എന്താ എഴുതേണ്ടത്. ശിവ ഭഗവാൻ വാച. നിരാകാരിയായ പതിത പാവനൻ ജ്ഞാനസാഗരൻ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ജിൻകോ സംജാത്തെ ഹെ വോ ഫിർ ഓരോക്കോ ഭി സംജായേ. അല്ലെ, ആരാണോ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മൾ മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കണം. ബച്ചേ തുംകോ അബ് കാരുൺ കാ ഖജാന മിൽത്താ ഹെ വോ ലേനാ ചാഹിയേ. കുട്ടികൾക്ക് നിറഞ്ഞ ഖജനാവ് ലഭിക്കുകയാണ്. അല്ലെ, അളവറ്റ ഖജനാവ് ലഭിക്കുകയാണ്. അത് ബാബയിൽ നിന്ന് നേടിയെടുക്കണം. ഊഞ്ചുപത് പാന ചാഹിയെ. കുട്ടികൾ ഉയർന്ന പദവി കരസ്ഥമാക്കണം. ഏ പ്രവൃത്തി മാർഗിക ജ്ഞാൻ ഹെ. ബാബ നൽകുന്നത് ഗൃഹസ്ഥ മാർഗത്തിന്റെ ജ്ഞാനമാണ്. ഏക് ഹി ഘർ സെ ഏക് ഹി ബാത്തി ജ്ഞാൻ മേ ഹെ ദൂസരാ നഹി. പലപ്പോഴും ഒരു വീട്ടിലെ ഒരു കുട്ടിയായിരിക്കും ജ്ഞാനത്തിലുള്ളത്, രണ്ടാമത് ആരും ഉണ്ടാവില്ല.
गिट तो होगी, അവിടെ പ്രോബ്ലം ഉണ്ടാവും. तो ये सैपलिंग लग रहा है, हम पूज्य से पूजारी कैसे बने. ഇവിടെ സാപ്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് അല്ലെ പൂജനീയരിൽ നിന്നും പൂജാരിയായിട്ട് മാറുന്നത്, പൂജനീയ ദേവതയിൽ നിന്ന് നമ്മൾ എങ്ങനെ പൂജാരി ഭക്തനായിട്ട് മാറി. तो ये राज बड़े समझने का है. ഇത് ഈ രഹസ്യം വളരെയധികം മനസ്സിലാക്കേണ്ടതാണ്. जो सबसे जास्ती पूज्य पावन बनते हैं वही सबसे जास्ती पतित बनते. ആരാണോ ഏറ്റവും കൂടുതൽ പൂജനീയരായിട്ട് പാവനമായിട്ട് മാറുന്നത് അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ പതിതരായിട്ട് മാറുന്നത്. ഉനക്കെ ബഹുത് ജന്മോं के अंत में ही प्रवेश किया. നോക്ക്, ബ്രഹ്മബാബയാണ് ഏറ്റവും നമ്പർ 1 ആയിട്ട് പാവനമായത് അല്ലെ, ഏറ്റവും കൂടുതൽ പതിതമായത് അല്ലെ. ഇദ്ദേഹത്തിന്റെ അനേക ജന്മങ്ങളുടെ അന്ത്യത്തിലാണ് ശിവബാബ പ്രവേശിക്കുന്നത്. സബ് പതിത് ഹൈ നാ, ബാബ ഭി സംജാത്തെ ഹി, ദാദാ ഭി സംജാത്തെ ഹി. ബാബ പറയാണ് എല്ലാവരും പതിതമാണല്ലോ. ബാബയും മനസ്സിലാക്കി തരികയാണ് ഇവിടെ, ദാദയും കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ദാദിയാ ഭി സംജാത്തി ഹി, ദാദിമാരും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ബഹൻ ഭായി കാ ദന്താ ഹി യേ ഹേ. സഹോദരി സഹോദരന്മാരുടെ ജോലി തന്നെ ഇതാണ്, മറ്റുള്ളവർക്ക് ഈ ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കണം. तो गृहस्थ व्यवहार में रहते कमलपुल समान रहे तुमसे भी തീക്കെ जा सकते. ബാബ പറയാണ് ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നുകൊണ്ടും താമര പുഷ്പത്തിന് സമാനമായിട്ട് കുട്ടികൾ മാറണം അല്ലെ. ഇപ്പൊ ബാബ പറയാണ് ആരാണോ അങ്ങനെ ഗൃഹസ്ഥത്തിൽ ഇരുന്നിട്ടും പവിത്രമായി ജീവിക്കുന്നത് അവർക്ക് അല്ലെ എന്താണ് നിങ്ങളെക്കാളും നല്ല തീവ്ര വേഗതയിൽ മുന്നേറാൻ കഴിയും. जो कांडों के जंगल में रहते हैं सर्विस करते हैं उनको फल जास्ती मिलता है. ആരാണോ മുള്ളുകളുടെ കാട്ടിൽ വസിക്കുന്നത് സേവനം ചെയ്യുന്നത് അവർക്ക് ഫലം കൂടുതൽ ലഭിക്കുന്നു. ഗൃഹസ്ഥ വ്യവഹാരമേ രഹത്തെ സർവീസ് ബഹുത് അച്ചി കർത്തെ. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ജീവിക്കുമ്പോഴും സേവനം നല്ല പോലെ ചെയ്യുന്ന കുട്ടികൾ ഉനോക്കി സർവീസ് മേ ബഡാ മജ ആയേഗ. ആ കുട്ടികൾക്ക് ബാബയുടെ സേവയിൽ അത്രയും ആനന്ദത്തിന്റെ അനുഭവം ഉണ്ടാകും. ശിവബാബ ഭി മദത് കരെങ്കിൽ. ആ കുട്ടികളെ ശിവബാബയും തീർച്ചയായിട്ടും സഹായിക്കും. ശിവബാബയും അവർക്ക് സഹയോഗം നൽകും. ബാബയ്ക്ക് സഹയോഗം നൽകുന്ന കുട്ടികൾക്ക് ബാബയും തക്ക സമയത്ത് സഹയോഗം നൽകും. അച്ഛാ സർവീസ് ചോടുക്കർ ഫലാനി ജഗ ജാവോ അല്ലെ. ബാബ പറയും ആ കുട്ടിയെ ഇവിടെ നിന്ന് നീ ഇന്ന സ്ഥലത്ത് പോയി സേവനം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ബാബ അയക്കും. ജैसे देखो निमंत्रण मिलते हैं प्रोजेक्टर शो के लिए. അല്ലെ ക്ഷണങ്ങൾ ലഭിക്കാറുണ്ട്, പ്രൊജക്ടർ ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ഷണങ്ങൾ ലഭിക്കാറുണ്ട്. 4-5 മുഖ്യ ചിത്ര ഭി ലേ ജാവോ. 4ഉം 5ഉം മുഖ്യ ചിത്രങ്ങൾ നിങ്ങൾ എടുത്തുകൊണ്ട് പോകൂ. വഹാ സർവീസ് കർക്കെ ആവോ അല്ലെ, പോയിട്ട് നിങ്ങൾ സേവ ചെയ്തുകൊണ്ട് വരൂ. സർവീസ് കെ ജോ ഷോക്കീൻ ഹോങ്കെ तो കഹെങ്കെ ഹം ജാക്കർ സംജാത്തെ ഹി. സേവനത്തിന്റെ ലഹരിയുള്ള കുട്ടികള് അവര് പറയും ഞങ്ങൾ പോയിട്ട് അല്ലെ മനസ്സിലാക്കി കൊടുക്കാം. വഹാ സെന്റർ ബി ഖുൽ സക്താ ഹൈ. അപ്പോ അങ്ങനെ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് സേവനം ചെയ്യുമ്പോൾ അവിടെ സെന്ററും തുറക്കാനായിട്ട് പറ്റും. നിമന്ത്രൺ തോ ബഹുത് മിൽ സക്തേ ഹൈ. നിറയെ ക്ഷണം കുട്ടികൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. സർവീസ് വൃദ്ധിക്കോ പാത്തി രഹി. ഇനിയും സർവീസും അല്ലെ വൃദ്ധിയെ പ്രാപിച്ചുകൊണ്ടിരിക്കും. ബാബ്ക ഗായൻ തോ കരേങ്കേന അല്ലെ, ബാബയുടെ മഹിമ പാടണമല്ലോ. तो ये बच्चा बहुत अच्छी സർവീസ് करने वाला है അല്ലെ. അപ്പൊ കുട്ടികൾ ചെന്ന് ബാബയുടെ മഹിമ പാടണം അല്ലെ. അപ്പൊ മറ്റുള്ളവർ പറയും ഈ കുട്ടി വളരെ നല്ല സർവീസ് ചെയ്യുന്ന കുട്ടിയാണ്. कोई तो സർവീസ് 3 कोस दूर भागते हैं. ചിലരാണെങ്കിൽ സേവ എന്ന് കേട്ട് കഴിഞ്ഞാല് ഓടിപ്പോകും. तो സർവീസ് का शौक रखने से मदद भी मिलती है. സേവനത്തിന്റെ ലഹരി പുലർത്തുന്ന കുട്ടികൾക്ക് ബാബയുടെ സഹയോഗം ലഭിക്കുന്നു. ജിतना बाप की സർവീസ് करेंगे उतनी ताकत मिलेगी. എത്രമാത്രം കുട്ടികൾ ബാബയുടെ സേവ ചെയ്യുന്നുവോ അത്രയും കുട്ടികൾക്ക് ശക്തി ലഭിക്കും. ആയുബി ബഡേഗി. കുട്ടികളുടെ ആയുസ് വർദ്ധിക്കും, ശക്തി ലഭിക്കും. ഖുഷിക പാര ചടേഗ. സന്തോഷത്തിന്റെ ലഹരി ഉണ്ടാകും, കുട്ടികളുടെ സന്തോഷത്തിന്റെ ലഹരി വർദ്ധിക്കും. നാമിഗ്രാമി ബി ഹോങ്കെ അപ്നെ കുൽമേ. ആ കുട്ടികള് ബ്രാഹ്മണ കുലത്തിൽ വളരെ പ്രശസ്തരുമാകും. പുരുഷാരത് സേ ഇത്ന ഊഞ്ച് ബൻ സക്തേ ഹൈ. ഇത്ന പുരുഷാരത് കർണാ ചാഹിയേ. പുരുഷാർത്ഥത്തിലൂടെ കുട്ടികൾക്ക് അത്രയും ഉയർന്നവരാകാൻ കഴിയും. അതുകൊണ്ട് കുട്ടികൾ അത്രയും പുരുഷാർത്ഥം ചെയ്യേണ്ടത് ആവശ്യവുമാണ്. ചലൻ സഹി മാലും പഠിച്ചാത്ത കുട്ടികളുടെ അല്ലെ
കുട്ടികളുടെ പോക്ക് കാണുമ്പോൾ തന്നെ, പുരുഷാർത്ഥം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കിസ്ക സർവീസ് ക ഷോങ്ക് ഹെ, ഏത് കുട്ടികൾക്കാണ് സേവനത്തിന്റെ ലഹരിയുള്ളത്? രാത് ദിൻ അപ്നി കമായി ക ചിന്തൻ രഖ്ന പടി, രാത്രിയും പകലും തന്റെ സമ്പാദ്യത്തിന്റെ ചിന്തകളിൽ മുഴുകിയിരിക്കണം. ബഹുത് സാരി കമായി ഹെ, ബാബാക്കോ കബ് കബ് കയാലാത്ത ഹെ, അല്ലെ വളരെയധികം സമ്പാദ്യമുണ്ട്, ബാബയ്ക്ക് എപ്പോഴൊക്കെയാണ് ആ സങ്കല്പങ്ങൾ വരുന്നത്? ജാക്കർ ബച്ചോക്കോ റീഫ്രഷ് കരെ, പോയി കുട്ടികളെ റീഫ്രഷ് ചെയ്യണം എന്നുള്ള സങ്കല്പങ്ങൾ വരും. ബഹുത് ഖുഷി ഹോഗി, അപ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടാകും. ബാബാക്കോ സർവീസബിൾ ബച്ചേ ഹി യാദ് പഡ്തേ, ബാബയ്ക്ക് സർവീസബിൾ ആയിട്ടുള്ള കുട്ടികളെയാണ് ഓർമ്മ വരിക. ബാബ ഓർമ്മിക്കുന്നത് ആരെയാണ്? സർവീസബിൾ ആയിട്ടുള്ള കുട്ടികളെയാണ്. ഇപ്പൊ ബാബയ്ക്കും തോന്നും പോയി തന്റെ കുട്ടികളെ റീഫ്രഷ് ആക്കണം. അപ്പൊ കുട്ടികൾക്ക് എത്ര സന്തോഷം ഉണ്ടാകും. അമൃതവേള വിചാർ സാഗർ മന്ദൻ കാ ഡാൻസ് അച്ഛാ ചലത്താ ഹെ, അമൃതവേളയില് കുട്ടികളെ ജ്ഞാനത്തിന്റെ വിചാരസാഗര മദനത്തിന്റെ ഡാൻസ് ചെയ്യണം, നല്ല ഡാൻസ് ചെയ്യണം. ജിസ്കോ ദന്ത ഉസിമേ ലഗേ രഹത്തെ ഹി, അല്ലെ ഓരോരുത്തർക്ക് എന്താണോ ജോലി അവർ അതിൽ മുഴുകുന്നു. അമൃതവേളയിലെ കുട്ടികള് ജ്ഞാനത്തിന്റെ വിചാരസാഗര മദനം ചെയ്യണം. സവേരമേ വിചാരസാഗർ മന്ദൻ ചലത്താ ഹെ, രാവിലെയാണ് വിചാരസാഗര മദനം നടക്കുന്നത്. ബച്ചോ കോ ഭി പേലെ തോ മുരളി അച്ഛി രീതി ധാരൺ കർണി പടേ, അല്ലെ കുട്ടികള് ആദ്യം നല്ല പോലെ മുരളിയെ ധാരണ ചെയ്യണം. റിവൈസ് കരെ തബ് ഫിർ ആക്കർ മുരളി ചലായേ, ആദ്യം കുട്ടികൾ എന്താണ് മുരളി വായിച്ച് അത് ആവർത്തിക്കണം. അപ്പൊ നന്നായിട്ട് മുരളി വായിക്കാൻ സാധിക്കും, അല്ലെ പിന്നെ മുരളി വായിച്ചു കൊടുക്കണം. വൽ മുരളി ഹാത്മേ നബി ലേവേ തുബി അച്ഛ ചലാ സക്തി, മുരളി കയ്യിൽ എടുത്തില്ലെങ്കിൽ പോലും കുട്ടികള് അല്ലെ നല്ലപോലെ വായിച്ച് പഠിച്ച് ജ്ഞാനത്തിന്റെ മദനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുരളി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. जिन जिन बच्चों को मुरली पढ़ने और उस पर चिंतन करने का शौक है वो सर्विस करते रहेंगे, ഏത് കുട്ടികൾക്കാണോ മുരളി പഠിക്കുകയും അല്ലെ വിചാരസാഗര മദനം ചെയ്യുകയും ചെയ്യുന്ന ലഹരി ഉള്ളത്, മനനം ചെയ്യാനുള്ള ലഹരി ഉള്ളത്, ആ കുട്ടികൾക്ക് നിറയെ സേവ ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കും. മുരളി പഠനസെ ജാഗു പഠെങ്കിൽ, മുരളി വായിക്കുമ്പോഴാണ് നമ്മള് എന്ത് അല്ലെ ഉണരുന്നത്, ആത്മാക്കളെ ഉണർത്താൻ കഴിയും. ഏ മുരളി ചപ്നെ കാ കാം ബഹുത് സോർ സെ ചലേഗ, ബാബ പറയുന്ന മുരളിയുടെ പ്രിന്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഇനി വളരെ ഫോഴ്സ് ആയിട്ട് നടക്കും. ടേപ്പ് കാ ഭി കാം ബഹുത് ബഡ് ജായേഗ, ടേപ്പ് ഉണ്ടല്ലോ, റെക്കോർഡ് ചെയ്ത കാസറ്റുകള് കുട്ടികൾക്ക് അയച്ചു കൊടുക്കാറുണ്ട്, അല്ലെ ആ പണിയും ധാരാളം നടക്കുന്നു പറയും. ഇതൊക്കെ നടന്നു കഴിഞ്ഞു. മുരളി വിലായത്ത് തക് ഭി ജായേഗി, മുരളി ഫോറിൻ കൺട്രീസിലേക്ക് പോകും. കോയിക്ക് ബുദ്ധി മേ ബൈഠ് ജായേ ഏകദം നശ ചട് ജായേഗ, അല്ലെ ഈ ജ്ഞാനം കുട്ടികളുടെ ബുദ്ധിയിൽ ഇരിക്കുമ്പോൾ കുട്ടികൾക്ക് അല്ലെ വളരെ ലഹരി ഉണ്ടാകും. പൂർണ്ണമായിട്ടും ആ ലഹരി തലയ്ക്ക് പിടിക്കും. ഉടുത്തേ ബൈഠത്തെ ചൗരാസിക്ക ചക്ര ബുദ്ധിമേ ഫിർത്താ രഹിക, അല്ലെ എണീക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം 84 ജന്മത്തിന്റെ ചക്രം ബുദ്ധിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. കൊയ്ക്ക് ബുദ്ധിമേത്തോ കുച്ചുബി നഹി ബൈഠത്താ ഹെ, ചില കുട്ടികളുടെ ബുദ്ധിയിൽ ഒന്നും തന്നെ ഇരിക്കുന്നില്ല. ഖുഷിക്ക പാര നഹി ചടുത്ത, സന്തോഷത്തിന്റെ ലഹരി ഉണ്ടാകുന്നില്ല. തുമാരത്തോ സാരദിൻ ദന്തഹി ഏരന ചായി, കുട്ടികൾക്ക് ദിവസം മുഴുവൻ ഈ ലഹരി ഉണ്ടായിരിക്കണം എന്ന് ബാബ പറയാണ്. ഏഹേ ഊഞ്ചത്തെ ഊഞ്ച് ദന്ത, ബാബ പറയാണ് ഇത് ഉയർന്നതിലും ഉയർന്ന പണിയാണ്. ബാബക്കോ വ്യാപാരി ഭി കഹ ജാത്ത ഹെ, ബാബ വ്യാപാരിയുമാണ്. ഈ അവിനാശി ജ്ഞാൻ രത്നോ കാ വ്യാപാർ കൊയി വിരള കരേ, അനശ്വരമായ ഈ ജ്ഞാനരത്നങ്ങളുടെ വ്യാപാരം വിരളമായി ചില കുട്ടികളാണ് ചെയ്യുന്നത്. സാരദിൻ ബുദ്ധിമേ യഹി ഫിർത്താ രഹനാ ചാഹിയേ, ദിവസം മുഴുവൻ നമ്മുടെ ബുദ്ധിയില് അല്ലെ 84 ജന്മത്തിന്റെ ചക്രം ഈ ജ്ഞാനം അല്ലെ ബുദ്ധിയിൽ കറങ്ങിക്കൊണ്ടിരിക്കണം. ഖുഷിമേ മസ്ത് രഹനാ ചാഹിയേ, സന്തോഷത്തിന്റെ ലഹരിയിൽ ഇരിക്കണം. ഏ ഖുഷി ഹേ സാരി അന്തർ കി, ഈ സന്തോഷം മുഴുവൻ നമ്മുടെ ഉള്ളിലേതാണ്. ആത്മാക്കോ ഖുഷി ഹോത്തി ഹേ ഓഹോ ഹംകോ ബാബ മിൽ ഗയാ ഹെ, ആത്മാവിന് സന്തോഷമുണ്ടാകുന്നു. ഓഹോ അല്ലെ ഓഹോ നമുക്ക് ബാബയെ ലഭിച്ചു. तो बेहद के बाप ने 84 ജന്മോं की कहानी सुनाई, പരിധികളില്ലാത്ത അച്ഛൻ 84 ജന്മങ്ങളുടെ കഥ നമ്മളെ കേൾപ്പിച്ചു. बच्चे बाप का टीचर का शुक्रिया माने,
കുട്ടികള് അച്ഛനോടും ടീച്ചറോടും നന്ദി പ്രകാശിപ്പിക്കുന്നു. तो स्टूडेंट टीचर द्वारा पास होते हैं तो फिर टीचर को सौगात भी भेज देते हैं അല്ലെ? എങ്ങനെ വിദ്യാർത്ഥികള് ടീച്ചറിലൂടെ പാസ്സാകുന്നു, അതുകൊണ്ട് ടീച്ചർക്ക് സമ്മാനം അയക്കാറുണ്ട്. തും ബच्चे जानते हो ബാബ ഹംകോ ഊഞ്ച് പഠായി പഠാത്തെ ഹെ. ഇവിടെ നമ്മൾ കുട്ടികൾക്ക് അറിയാം, ബാബ നമുക്ക് ഉയർന്ന പഠിപ്പ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇസേ ഹം വിശ്വ കെ മാലിക് ബൻ ജാത്തെ ഹെ. ഇതിലൂടെ നമ്മൾ വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നു. ഏ പഠായി ഹെ ബഹുത് സഹജ്. ബാബ പറയാൻ ഈ പഠിപ്പ് വളരെ സഹജമാണ്. പരന്തു പൂര ധ്യാൻ നഹി ദേത്തെ. പക്ഷെ കുട്ടികൾ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ പതിപ്പിക്കുന്നില്ല. ഫസ്റ്റ് ക്ലാസ് നോളേജ് ഹെ, ഇनको समझाने से कार्यों का खजाना मिलता है. ഇത് ഫസ്റ്റ് ക്ലാസ് നോളേജ് ആണ്. ഇത് മനസ്സിലാക്കുന്നതിലൂടെ അളവറ്റ ഖജനാവുകൾ കുട്ടികൾക്ക് ഭാവിയിലേക്ക് വേണ്ടി ലഭിക്കുന്നു. കമാൽഹന, അത്ഭുതമല്ലേ? हर एक बच्चा समझ सकता है हम किस ग्रेड में. ഓരോ കുട്ടിക്കും മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ഏത് ഗ്രേഡിലാണ് ഉള്ളത്. സാര മതദാർ ഹെ സർവീസ് പർ. ഏറ്റവും പ്രധാനമായ സംഗതി ബാബയുടെ സേവയാണ്. ബാബ तो कहेंगे തേർഡ് ഗ്രേഡ് से निकल ഫസ്റ്റ് ഗ്രേഡ് में आ जाओ. ബാബ കുട്ടികളോട് പറയാണ്, തേർഡ് ഗ്രേഡിൽ നിന്നും ഫസ്റ്റ് ഗ്രേഡിലേക്ക് വരൂ. തബ് കുछ പദ് പാ സക്കെ. എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് എന്തെങ്കിലും പദവി നേടാൻ കഴിയൂ. 21 ജന്മോं की റിസൾട്ട് നിക്കൽ ജാതി. 21 ജന്മങ്ങളിലേക്കുള്ള ആ റിസൾട്ട് ഉണ്ടാകും. ബാബാക്കോ തരസ് പഠിത്താ ഹെ വ്യർത്ഥ സമയ ഗവാത്തെ. ബാബയ്ക്ക് പലപ്പോഴും കുട്ടികളോട് കരുണ തോന്നാണ്. കുട്ടികളെ വ്യർത്ഥമായ സമയം പാഴാക്കുന്നു. ബാബ സംജാത്തെ ഹെ രാമാപ്ലേൻ അനുസാർ മുझे ആനാ പഠിത്താ ഹെ. ബാബ മനസ്സിലാക്കി തരാണ്, രാമാപ്ലേൻ അനുസരിച്ച് എനിക്ക് ഇവിടേക്ക് വരേണ്ടി വരുന്നു. അല്ലെ? സദ്ഗതി ദേനേക്ക്. കുട്ടികൾക്ക് സദ്ഗതി നൽകുവാനായിട്ട് ബാബയ്ക്ക് വരേണ്ടി വരികയാണ്. ഏ ഹേ ഹി ദുർഗതിക്ക് ദുനിയ. ഈ ലോകം തന്നെ ദുർഗതിയുടെ ലോകമാണ്. പൂച്ചോ തും ദുർഗതിമേഹോ. അല്ലെ? ബാബ പറയാണ്, ചോദിക്കണം, നിങ്ങൾ ദുർഗതിയിലാണോ? तो कहेंगे हमारे लिए यहाँ ही स्वर्ग है. നിങ്ങൾ ദുർഗതിയിലാണോ എന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും? ഞങ്ങൾക്ക് ഇത് സ്വർഗമാണ്. ഹം തോ സ്വർഗമേ ബൈഠേ ഹേ. ഞങ്ങൾ സ്വർഗത്തിൽ ഇരിക്കുകയാണ്. ये बुद्धि में नहीं आता സ്വർഗ സത്യു കോ കഹാ ജാതാ ഹെ. പക്ഷെ ബുദ്ധിയിൽ ഇത് വരുന്നില്ല. സ്വർഗം എന്നുള്ളത് സത്യത്തെ കുറിച്ചാണ് പറയുന്നത്. ബഡേ ബഡേ പണ്ഡിത് വിദ്വാൻ ഹേ ഇസ്കി ഭി ബുദ്ധി മേ നഹി ആതാ. വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്, വിദ്വാൻമാരുണ്ട്, ആരുടെയും ബുദ്ധിയിലേക്ക് ഇത് വരുന്നില്ല. ഏതോ പുരാണി അയൺ ഏജ്ഡ് ദുനിയ ഹെ. ഇത് പഴയ അയൺ ഏജ്ഡ് ലോകമാണ്. ബഡേ ഗമണ്ഡ് സെ ബൈഠേ ഹെ. അല്ലെ? ബാബ പറയാണ്, ഇന്ന് बड़े घमंड से बैठे हैं, इतना भक्ति मार्ग का जोर है, ഭക്തി का भी बहुत പാമ്പ് है. അല്ലെ? ബാബ പറയാണ്, ഇന്ന് കുട്ടികള് അത്രയ്ക്കും എന്താണ്, ഇത് പഴയ ലോകല്ലേ. ആരുടെ ബുദ്ധിയിലേക്കും ഇത് പഴയ ലോകമാണെന്ന് പോലും വരുന്നില്ല. അപ്പൊ വലിയ വലിയ പണ്ഡിതന്മാരും വിദ്വാൻമാരും ഉണ്ട്. അവർക്കാണെങ്കിൽ ഭയങ്കര ജാടയാണ്, അല്ലെങ്കിൽ ഭയങ്കര അഹംഭാവമാണ്. ഞാൻ എന്നുള്ള ലഹരിയാണ്. ഇതിന് ഭക്തി മാർഗ സോർ ഹെ. അല്ലെ? എത്രമാത്രം ഭക്തി മാർഗത്തിന്റെ ഫോഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഭക്തിക്ക് വളരെയധികം ഷോയുണ്ട്. കുംഭക്കെ മേളെ പർ ലാഖോ മനുഷ്യ ജാത്തെ ഹെ. അല്ലെ? കുംഭമേളയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പോകുന്നത്. ഏഹെ അന്തിം പാമ്പ്. ബാബ പറയുന്ന ഭക്തിയുടെ അന്തിമ ഷോയാണിത്. മായ ഇസ് തരഫ് ആനെ നഹി ദേത്തി ഹെ, ചുഹേ മിസൽ ഫൂങ്ക് ദേത്തി. മായയാണെങ്കിൽ ഭഗവാന്റെ അരികിലേക്ക് വരാൻ സമ്മതിക്കില്ല. ചുണ്ടലിയെ പോലെ ഇങ്ങനെ കരണ്ട് കൊണ്ടിരിക്കുകയാണ്. അല്ലെ? എന്നിട്ട് എന്താണ്, നമ്മുടെ രക്തം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാരക്കും ചൂസിലെത്തിക്കേ. അത് എന്താണ്? ചുണ്ടലിയെ പോലെ ഇങ്ങനെ കരണ്ട് 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 മായ മുഴുവൻ രക്തവും കുടിക്കുകയാണ്. നമ്മൾ അറിയില്ല. അച്ഛാ मीठे मीठे सिकिलते बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार. फर्स्ट पॉइंट, सवेरे सवेरे उठकर विचार सागर मंथन करना है.
അതിരാവിലെ ഉണർന്ന് വിചാരസാഗര മഥനം ചെയ്യണം. മുരളി പടുക്കർ ഉസ്പർ ചിന്തൻ കർക്കെ ധാരൺ കർണഹി. മുരളി വായിച്ചിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് ധാരണ ചെയ്യണം. അവിനാശി ജ്ഞാൻ രത്നോക്ക വ്യാപാർ കർണഹി. അനശ്വരമായ ജ്ഞാനരത്നങ്ങളുടെ വ്യാപാരം ചെയ്യണം. സെക്കൻഡ് പോയിന്റ്, സർവീസ് കാ ബഹുത് ബഹുത് ഷോക്ക് രഖ്നാഹി. ബാബയുടെ സേവ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് വളരെ വളരെയധികം ലഹരി ഉണ്ടായിരിക്കും, അല്ലെ? ശരീർ പർ കോയി ഭരോസൻ. ഈ ദേഹത്തെ നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. इसलिए 21 ജന്മം की കമായി അഭി ഹി ജമാ കർ. അതുകൊണ്ട് 21 ജന്മത്തേക്കുള്ള സമ്പാദ്യം നമ്മൾ ഇപ്പോൾ നിറയ്ക്കണം. വരദാനം. साइलेंस की शक्ति द्वारा अपने रजिस्टर को साफ करने वाले ലോകപ്രിയ പ്രഭു പ്രിയ ഭവ. സൈലൻസിന്റെ ശക്തിയിലൂടെ തന്റെ രജിസ്റ്ററിനെ ശുദ്ധമാക്കുന്ന ലോകപ്രിയരും പ്രഭു പ്രിയരുമായി ഭവിക്കൂ. ഇപ്പൊ സേവനത്തിന്റെ സൈലൻസിന്റെ ശക്തിയിലൂടെ തന്റെ രജിസ്റ്ററിനെ ശുദ്ധീകരിക്കുന്ന ലോകപ്രിയരും പ്രഭു പ്രിയരുമായി ഭവിക്കും. जैसे साइंस ने ऐसी इन्वेंशन की है जो लिखा हुआ है सब मिट जाए मालूम ना पड़े. അല്ലെ, സയൻസ് അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരിക്കുകയാണ്. അതായത് എല്ലാം ഇവിടെ ഇല്ലാതാകുന്നത് പോലും നമ്മൾ അറിയില്ല. ऐसे आप साइलेंस की शक्ति से अपने रजिस्टर को रोज साफ करें. ഈ ഭൂമുഖത്ത് എല്ലാം ഇല്ലാതാകുന്നത് പോലും നമ്മൾ അറിയില്ല. അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളാണ് നടത്തി വെച്ചിരിക്കുന്നത്. സൈലന്റ്, അതുപോലെ സൈലൻസിന്റെ ശക്തിയിലൂടെ അല്ലെ നമ്മുടെ രജിസ്റ്റർ ദിവസവും ശുദ്ധമാക്കണം. ജോ പ്രഭു പ്രിയ ഓ ദേവി ലോകപ്രിയ ബൻജായ്. ആരാണോ പ്രഭുവിന് പ്രിയപ്പെട്ടവർ ആ കുട്ടികള് ദൈവീക ലോകത്തിനും പ്രിയപ്പെട്ടവരായി മാറും. സച്ചായി സഫായി കോ സബി പസന്ത് കർ. സത്യതയും ശുദ്ധതയും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. इसलिए एक दिन के किए हुए व्यर्थ संकल्प व्यर्थ कर्म की सारे दिन लीक भी ना रही. അതുകൊണ്ട് അല്ലെ, एक दिन के किए हुए व्यर्थ संकल्प व्यर्थ कर्म की दूसरे दिन लीक भी ना रही. അപ്പൊ ഇന്ന് അല്ലെ ഒരു ദിവസം നമ്മൾ ചെയ്ത വ്യർത്ഥ സങ്കല്പങ്ങൾ വ്യർത്ഥ കർമ്മങ്ങൾ അല്ലെ അതിന്റെ ലീക്കേജ് അടുത്ത നാളിലും ഉണ്ടായിക്കൊണ്ടിരിക്കരുത്. ഭീതിക്കോ ഭീതിക്കർ ഫുൾ സ്റ്റോപ്പ് ലഗാതും. അഥവാ വ്യർത്ഥ സങ്കല്പങ്ങൾ ചെയ്തു വ്യർത്ഥ കർമ്മങ്ങൾ ചെയ്തു എങ്കിൽ അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ബാബ പറയാണ് അല്ലെ, അതിന് ഫുൾ സ്റ്റോപ്പ് ഇടും. അപ്പോൾ നമ്മുടെ രജിസ്റ്റർ ശുദ്ധമാകും. ഓർ സാഹിബ് രാജി ഹോ ജായേഗ. അപ്പോ സാഹിബിന് സന്തോഷമാകും. സാഹിബിനെ നമുക്ക് പ്രീതിപ്പെടുത്താൻ സാധിക്കും. അപ്പൊ സാഹിബിനെ പ്രീതിപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ എന്ത് വേണം? കഴിഞ്ഞു പോയതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അല്ലെ അന്നന്ന് തന്റെ രജിസ്റ്റർ ശുദ്ധമാക്കണം. स्लोगन, व्यर्थ संकल्प करना व दूसरों के व्यर्थ संकल्प चलाने के निमित्त बनना ये भी अपवित्रता है. സ്വയം വ്യർത്ഥ സങ്കല്പങ്ങളിൽ ഇരിക്കുക, മറ്റുള്ളവരുടെ മനസ്സിലും വ്യർത്ഥ സങ്കല്പങ്ങൾ ഉണ്ടാക്കുക, മറ്റുള്ളവരുടെ മനസ്സിലും വ്യർത്ഥ സങ്കല്പങ്ങൾ ഉണ്ടാക്കാൻ നിമിത്തമാകുക, ഇതും അപവിത്രതയാണ്. സ്വയം വ്യർത്ഥ സങ്കല്പങ്ങൾ ചെയ്യുക അല്ലെ, മറ്റുള്ളവരുടെ ഉള്ളിൽ വ്യർത്ഥ സങ്കല്പങ്ങൾ ഉണ്ടാക്കാൻ നിമിത്തമാകുക, ഇതും അപവിത്രതയാണ്.